അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോർഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മൈക്രോ ഷോർട്ട് നോട്ട്സ്, ഇമേജ് രൂപത്തിലുള്ള നോട്ട്സ് ഒക്കെ നമുക്ക് എജൂസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഇലക്ട്രോഫിസിയോളജി എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? നോൺ ഓട്ടോമാറ്റിക് ഫൈബേഴ്സിന്റെ കാർഡിയാക് സൈക്കിളിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോ ദ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, അതായത് നോർമലി ഒരു ഹാർട്ട് സെല്ലില് റാപ്പിഡ് ഡീപോളറൈസേഷൻ നടന്നു, ഇനിഷ്യൽ റീപോളറൈസേഷൻ നടന്നു, പിന്നെ ഒരു പ്ലേറ്റ് ടു ഫേസ്, ദെൻ റാപ്പിഡ് ആയിട്ടുള്ള ഒരു റീപോളറൈസേഷൻ നമുക്കിവിടെ ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ ഫാർമസി ഫീൽഡില് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, ഇപ്പൊ കാലെടുത്ത് വെച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു ഫാർമസിയിൽ ഓരോ സെമ്മിലും ഒരുപാട് സബ്ജക്ട്സ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഓരോ സബ്ജക്ട്സും എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം, ഓക്കെ, ഏതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് വേ കീപ്പ് ചെയ്ത് നമുക്ക് എങ്ങനെ അത് പഠിക്കാം, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോർഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മൈക്രോ ഷോർട്ട് നോട്ട്സ്, ഇമേജ് രൂപത്തിലുള്ള നോട്ട്സ് ഒക്കെ നമുക്ക് എജൂസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് ഇന്ന് ഇലക്ട്രോഫിസിയോളജി ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ എക്സാംസിന്, പ്രീവിയസ് ഇയർ എക്സാംസിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ 10 മാർക്സിനായാലും 5 മാർക്സിനായാലും കൂടുതലും ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോഫിസിയോളജി ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്. സോ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ഇതിന്റെ ഓരോ മെത്തേഡ്സും എന്തൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്നൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ വൺസ് അഗെയിൻ വെൽക്കമിങ് ഓൾ ടു ദിസ് സെക്ഷൻ. ഓക്കെ, സോ ഇലക്ട്രോഫിസിയോളജി ഓഫ് ഹാർട്ട്. ഓക്കെ, നമ്മുടെ കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിൽ വരുന്ന ഒരു പാർട്ടാണ് ഇലക്ട്രോഫിസിയോളജി ഓഫ് ഹാർട്ട്. സോ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് കണ്ടക്ഷൻ സിസ്റ്റം ആണ്. അതായത് എങ്ങനെയാണ് ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഒരു ഇമ്പൾസിന്റെ ജനറേഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, ഇമ്പൾസിന്റെ ജനറേഷൻ എങ്ങനെയാണ് അതിന്റെ ഓരോ പാർട്ടിലും ഈ ഒരു ഇമ്പൾസിന്റെ കണ്ടക്ഷൻ നടക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോഫിസിയോളജി ഓഫ് ഹാർട്ട് അല്ലെങ്കിൽ കാർഡിയാക് ഇലക്ട്രോഫിസിയോളജി. സോ എന്താണ് കാർഡിയാക് ഇലക്ട്രോഫിസിയോളജി? സ്റ്റഡീസ് ഹൗ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആർ ജനറേറ്റഡ് ആൻഡ് കണ്ടക്റ്റഡ് ഇൻ ദി ഹാർട്ട് ലീഡിംഗ് ടു കോർഡിനേറ്റഡ് കൺട്രാക്ഷൻ. അതായത് ഇലക്ട്രോഫിസിയോളജി എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഹാർട്ടിൽ കൂടെ ഇത് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ജനറേഷനും കണ്ടക്ഷനും വഴി ഒരു കോർഡിനേറ്റഡ് കൺട്രാക്ഷൻ അല്ലെ. സോ അതെങ്ങനെയാണ് സാധ്യമാവുന്നത്, അതിനെയാണ് നമ്മൾ കാർഡിയാക് ഇലക്ട്രോഫിസിയോളജി എന്ന് പറയുന്നത്. സോ നമ്മുടെ ഹാർട്ട് റിതം കൺട്രോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പേസ് മേക്കർ സെൽസ്. പേസ് മേക്കർ സെൽസ് എന്ന് വെച്ചാൽ എന്താണ്? SA നോഡ് അല്ലെ, സൈനോ ഏട്രിയൽ സെൽസ് ആണ്. സോ ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിസിറ്റി എന്ന് പറയുന്നുണ്ട്. ഓട്ടോമാറ്റിസിറ്റി എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിസിറ്റി എന്ന് പറയുന്നത്. സോ പേസ് മേക്കർ സെൽസ് എന്ത് കൺട്രോൾ ചെയ്യുന്നുണ്ട്? ഹാർട്ടിന്റെ റിതം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ കണ്ടക്ടിങ് സിസ്റ്റം ഉണ്ട്. സോ ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു കണ്ടക്ഷൻ പാത്വേ കാണും അല്ലെ. സോ ഫസ്റ്റ് SA നോഡ്, അതായത് സൈനോ ഏട്രിയൽ നോഡ്, അതിൽ നിന്ന് AV നോഡ്, ഏട്രിയോ വെൻട്രിക്കുലർ നോഡ്, ദെൻ ബണ്ടിൽ ഓഫ് ഹിസ്, അവിടെ നിന്ന് എങ്ങോട്ടാ പാസ് ചെയ്യുന്നത്? AV നോഡിൽ നിന്ന് ബണ്ടിൽ ഓഫ് ഹിസ്, ദെൻ പർക്കിഞ്ചി ഫൈബേഴ്സ്. സോ ഈ ഒരു രീതിയിലായിരിക്കും ഇമ്പൾസിന്റെ പാസേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അയോൺ മൂവ്മെന്റ് അക്രോസ് കാർഡിയാക് സെൽസ്. അതായത് നമ്മുടെ ഒരു കാർഡിയാക് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഡിഫറെന്റ് ഫേസസ് കാണും. ഓക്കെ, അപ്പൊ ഈ ഓരോ ഫേസും നടക്കുന്നത് ആ സെല്ലിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആയിരിക്കും. ഓക്കെ, ഇലക്ട്രോൺസ് അല്ല, അയോൺസിന്റെ മൂവ്മെന്റ് കാരണമായിരിക്കും. ഇപ്പൊ സോഡിയം അയോൺസ്, പൊട്ടാസ്യം, കാൽഷ്യം അയോൺസ് ഒക്കെ ഇതിന്റെ ഒരു പാർട്ടായിട്ട് വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഹാർട്ട് റിതം കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കാർഡിയാക് ഇലക്ട്രോഫിസിയോളജി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഹൗ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആർ ജനറേറ്റഡ് ആൻഡ് കണ്ടക്റ്റഡ് ഇൻ ദി ഹാർട്ട് അല്ലെ. എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഹാർട്ട് റിതം മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഏത് സെൽസ് ആണ്? പേസ് മേക്കർ സെൽസ് ആണ് മെയിൻ ആയിട്ട്
കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് കണ്ടക്ടിങ് സിസ്റ്റം, അതും ഒരു മെയിൻ പാർട്ടാണ് അല്ലെ, ഹാർട്ട് റിതം കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെയിൻ പാർട്ടാണ് കണ്ടക്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. SA നോഡ്, AV നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ് പർക്കിൻജി ഫൈബേഴ്സ്, പിന്നെ അയോൺ മൂവ്മെന്റ് അക്രോസ് ദി കാർഡിയാക് സെൽസ്. ഓക്കെ, സോ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് കാർഡിയാക് മസിൽസ്. ഇനി കാർഡിയാക് മസിൽസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ. അതിൽ ആദ്യം പറയുന്നത് ഓട്ടോമാറ്റിസിറ്റി. ഓട്ടോമാറ്റിസിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇറ്റ്സ് ദ എബിലിറ്റി ടു ജനറേറ്റ് ഇമ്പൾസ് സ്പോണ്ടേനിയസ്ലി. അതായത് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിസിറ്റി എന്ന് പറയുന്നത്. സോ ഓട്ടോമാറ്റിസിറ്റി മെയിൻ ആയിട്ട് ആർക്കാണ്? SA നോഡ്, പേസ് മേക്കർ സെൽസിലാണ് ആ ഒരു പ്രോപ്പർട്ടി മെയിൻ ആയിട്ട് വരുന്നത്. Then excitability, that means ability to respond to a stimulus. അതായത് ഒരു സ്റ്റിമുലസ് ഉണ്ടായി അല്ലെ, അതിനുശേഷം അതിനോട് എന്ത് ചെയ്യണം? റെസ്പോണ്ട് ചെയ്യണം. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സൈറ്റബിലിറ്റി. സോ ഓട്ടോമാറ്റിസിറ്റി, എക്സൈറ്റബിലിറ്റി. തേർഡ് വൺ കണ്ടക്ടിവിറ്റി. അതിനുശേഷം ഈ ഒരു എക്സൈറ്റേഷൻ നടന്നതിന് ശേഷം എന്ത് ചെയ്യണം? ഈ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യണം. അതാണ് നമ്മൾ കണ്ടക്ഷൻ സിസ്റ്റം പഠിച്ചു അല്ലെ, ഏത് വഴിയാണ് ആ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ കണ്ടക്ടിവിറ്റി അതും എന്താണ്? കാർഡിയക് മസിൽസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. Then contractility, that means ability to contract after stimulation. So ഒരു സ്റ്റിമുലേഷൻ ഉണ്ടായി, അതിനുശേഷം സെൽസ് എന്ത് ചെയ്യണം? കൺട്രാക്ട് ചെയ്യണം അല്ലെ. സോ അതും എന്താണ്? കാർഡിയക് മസിൽസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. Then rhythmicity. റിതമിസിറ്റി എന്ന് വെച്ചാൽ റെഗുലർ ജനറേഷൻ ഓഫ് ഇമ്പൾസ്. റെഗുലർ ആയിട്ട് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ റിതമിസിറ്റി എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് കാർഡിയാക് മസിൽ? ഓട്ടോമാറ്റിസിറ്റി, എക്സൈറ്റബിലിറ്റി, കണ്ടക്ടിവിറ്റി, കൺട്രാക്ടിലിറ്റി ആൻഡ് റിതമിസിറ്റി. ഓക്കെ, സോ നെക്സ്റ്റ് ഇമ്പൾസ് ജനറേഷൻ. നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് ഇമ്പൾസ് ജനറേഷൻ. സോ മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് ഫൈബേഴ്സിനെ പറ്റിയാണ് ഇവിടെ പഠിക്കാനുള്ളത്, നോൺ ഓട്ടോമാറ്റിക് ഫൈബേഴ്സും ഓട്ടോമാറ്റിക് ഫൈബേഴ്സും. ഓക്കെ, സോ നോൺ ഓട്ടോമാറ്റിക് ഫൈബേഴ്സ് എന്ന് വെച്ചാൽ ദേ കനോട്ട് ജനറേറ്റ് ആൻ ഇമ്പൾസ് ഓഫ് ദെയർ ഓൺ. അവർക്ക് സ്വന്തമായിട്ട് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ, SA നോഡ്, അതായത് ഓട്ടോമാറ്റിക് ഫൈബേഴ്സ് ആണ് സ്വന്തമായിട്ട് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. നോൺ ഓട്ടോമാറ്റിക് ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ദേ കനോട്ട് ജനറേറ്റ് ആൻ ഇമ്പൾസ് ഓഫ് ദെയർ ഓൺ. ഓക്കെ, സോ ഇവിടെ എന്ന് വെച്ചാല് നോൺ ഓട്ടോമാറ്റിക് ഫൈബേഴ്സിന്റെ കാർഡിയാക് സൈക്കിളിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോ ദ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, അതായത് നോർമലി ഒരു ഹാർട്ട് സെല്ലില് ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അവരുടെ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -90 മില്ലി വോൾട്ട് ആയിരിക്കും. ഓക്കെ, അതായത് ഒരു കാർഡിയാക് സെല്ല് റെസ്റ്റിംഗ് സ്റ്റേറ്റിലാണ്. സോ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ സെല്ലിനകത്തുള്ള ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയാണ്? -90 മില്ലി വോൾട്ട് ആണ്. സോ വെൻ സ്റ്റിമുലേറ്റഡ്, അതായത് ഒരു ഇലക്ട്രിക് ഇമ്പൾസ് വന്നു അല്ലെ, സോ ഒരു സ്റ്റിമുലേഷൻ നടക്കുന്ന സമയത്ത് ഈ -90 +20 മില്ലി വോൾട്ടിലോട്ടൊരു ഓവർഷൂട്ട് നടക്കും, അതായത് ഡീപോളറൈസേഷൻ നടക്കും. ഓക്കെ, സോ ദ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി -90 മില്ലി വോൾട്ട്. ആൻഡ് വെൻ സ്റ്റിമുലേറ്റഡ്, ഒരു സ്റ്റിമുലേഷൻ വരുമ്പോൾ ദ ഡീപോളറൈസ് വെരി റാപ്പിഡ്ലി വിത്ത് കൺസിഡറബിൾ ഓവർഷൂട്ട്. +20 മില്ലി വോൾട്ടിലോട്ടൊരു ഓവർഷൂട്ട് നടക്കും. ഓക്കെ, സോ ഈ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നോർമൽ കാർഡിയാക് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ കാണാം ഈ ഒരു പാർട്ട് ലൈൻ, ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വന്നിട്ട് പറയുന്നത് ഒരു റെസ്റ്റിംഗ് മെംബ്രെയിൻ സ്റ്റേറ്റ് ആണ്. സോ ആ ഒരു ടൈമിൽ -90 മില്ലി വോൾട്ട് ആയിരിക്കും. ദെൻ ഒരു സ്റ്റിമുലേഷൻ നടക്കുമ്പോൾ -90 കണ്ടോ ഒരു ഓവർഷൂട്ട് നടന്ന് +20 ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരു +20 മില്ലി വോൾട്ടിലോട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു കാർഡിയാക് സൈക്കിളിനെ ഒരു 4 to 5 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ഫേസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ നോൺ ഓട്ടോമാറ്റിക് ഫൈബേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ നോൺ ഓട്ടോമാറ്റിക് ഫൈബേഴ്സിനകത്ത് വരുന്ന ഫേസസ്, കാർഡിയാക് ആക്ഷൻ ഫേസസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഫേസിനെ പറ്റി നോക്കാം. ഫേസ് 0 ആണ് നമ്മുടെ ആദ്യത്തെ ഫേസ്, ദാറ്റ് ഈസ് റാപ്പിഡ് ഡീപോളറൈസേഷൻ ഫേസ്. ഓക്കെ, ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? റാപ്പിഡ് ഡീപോളറൈസേഷൻ ഫേസ് ആണ്. സോ നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് 0,
Okay, phase 0 എന്ന് പറയുന്നത് എന്താണ്? റാപ്പിഡ് ഡീപോളറൈസേഷൻ ഫേസ്. So a sudden steep rise in membrane potential from -90 millivolt to about +30 അല്ലെങ്കിൽ ഒരു +20 മില്ലി വോൾട്ടിലോട്ട് ഓവർഷൂട്ട് ചെയ്യുന്നു. ഓക്കെ, മൈനസ്. സോ നമുക്ക് ഇവിടെ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. സോ ഈ ഒരു രീതിയിലാണ് വരുന്നത്. സോ -90 മില്ലി വോൾട്ട് ആയിരിക്കും. സോ അവിടെ നിന്ന് എത്രയാ? ഒരു +20 മില്ലി വോൾട്ടിലോട്ടുള്ള ഒരു റൈസ് അല്ലെ, ഒരു മെംബ്രെയിൻ പൊട്ടൻഷ്യലിന്റെ റൈസ്. സോ എപ്പോഴാണ് ഈ ഒരു റൈസിങ് ഇങ്ങനെ നടക്കുന്നത്? ഓപ്പണിംഗ് ഓഫ് ഫാസ്റ്റ് വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസ്. ഓക്കെ, വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസിന്റെ ഓപ്പണിംഗ് നടക്കുക. അതായത് ഒരു സ്റ്റിമുലേഷൻ വരുന്ന സമയത്ത് -90 മില്ലി വോൾട്ടിൽ ഇരിക്കുന്ന ആ മെംബ്രെയിൻ ഒരു സ്റ്റിമുലേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? -90 +20 എങ്ങനെയാ ഈ ഒരു +20 ആവുന്നത്? സ്റ്റിമുലേഷൻ വരുന്ന സമയത്ത് നമ്മുടെ കാർഡിയാക് സെൽസിലുള്ള സോഡിയം ചാനൽസ് ഓപ്പൺ ആവുകയും സെല്ലിനകത്ത് സോഡിയം അയോണിന്റെ എൻട്രി നടക്കുകയും ചെയ്യും. കണ്ടോ, മാസീവ് സോഡിയം ഇൻഫ്ലക്സ് ഇൻ ടു ദി സെൽ. സെല്ലിനകത്ത് ഒരു മാസീവ് ആയിട്ടുള്ള സോഡിയം ഇൻഫ്ലക്സ് നടക്കുമ്പോഴാണ് -90 മില്ലി വോൾട്ടിൽ നിന്ന് +20 മില്ലി വോൾട്ടിലോട്ട് മാറുന്നത്. ദാറ്റ് ഈസ് phase 0, റാപ്പിഡ് ഡീപോളറൈസേഷൻ ഫേസ്. സെക്കൻഡ് വൺ phase 1. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തത് phase 0. രണ്ടാമത്തേത് ഏതാണ്? phase 1. സോ phase 1 എന്താണ്? ഇനിഷ്യൽ റീപോളറൈസേഷൻ. അതായത് റാപ്പിഡ് ആയിട്ടൊരു ഡീപോളറൈസേഷൻ നടന്നു, അതിനുശേഷം താഴോട്ടൊരു ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു ചെറുതായിട്ട് താഴോട്ടൊരു റീപോളറൈസേഷൻ നടക്കുകയാണ്. സോ ഒരു ഇനിഷ്യൽ റീപോളറൈസേഷൻ ടൈമില് ക്ലോഷർ ഓഫ് സോഡിയം ചാനൽ, അതായത് നമ്മുടെ phase 0 സോഡിയം ചാനൽ ഓപ്പൺ ആയി സോഡിയം എൻട്രി നടന്നു അല്ലെ. ബട്ട് phase 1 വരുമ്പോൾ എന്താ സംഭവിക്കുക? ഈ സോഡിയം ചാനൽ അവിടെ ക്ലോസ് ആവുകയും അതിനു പകരം പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ആയിട്ട് പൊട്ടാസ്യം അയോൺസിന്റെ ഔട്ട്ഫ്ലോ നടക്കുകയും ചെയ്യും. ഓക്കെ, സോ ക്ലോഷർ ഓഫ് സോഡിയം ചാനൽ ആൻഡ് ട്രാൻസിയന്റ് ഓപ്പണിംഗ് ഓഫ് പൊട്ടാസ്യം ചാനൽ, ദാറ്റ് മീൻസ് ഔട്ട്വേർഡ് ഫ്ലോ ഓഫ് പൊട്ടാസ്യം അയോൺസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ ഫേസിലെ സോഡിയം അയോൺ സെല്ലിനകത്തോട്ട് കൂടി അല്ലെ. ഇനിഷ്യൽ റീപോളറൈസേഷൻ ആണ് ഈ ഫേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ സോഡിയം ക്ലോസ് ആയി പകരം പൊട്ടാസ്യം ഓപ്പൺ ആയി, അതായത് സെല്ലിനകത്തുള്ള പൊട്ടാസ്യം അയോൺ പുറത്തു പോയപ്പോഴാണ് ഈ ഒരു ഇനിഷ്യൽ റീപോളറൈസേഷൻ ഫേസ് അവിടെ നടന്നത്. ഓക്കെ, സോ ഇനിഷ്യൽ റീപോളറൈസേഷൻ ഫേസിൽ എന്താ നടന്നത്? സ്ലൈറ്റ് fall in membrane potential. സോ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു ഫിഗറില് +20 മില്ലി വോൾട്ട് ആയിരുന്നു അല്ലെ നമ്മുടെ ഇനിഷ്യൽ റാപ്പിഡ് ഡീപോളറൈസേഷൻ ടൈമില് +20 മില്ലി വോൾട്ടിലോട്ട് എത്തി. അപ്പൊ ഇനിഷ്യൽ റീപോളറൈസേഷനിൽ എന്താ നടന്നത്? സ്ലൈറ്റ് fall in membrane potential. അതായത് ഈ കണ്ടോ, ഈ +20 കുറച്ച് താഴോട്ട് ഫോൾ ആയി, അതായത് ഒരു 0 മില്ലി വോൾട്ട് ആയി. ഓക്കെ, +20 അഗെയിൻ താഴോട്ടായി, 0 അപ്പോഴാണ് ഒരു ഇനിഷ്യൽ റീപോളറൈസേഷൻ അവിടെ നമുക്ക് മെയിൻ ആയിട്ട് നടന്നത്. ഓക്കെ, slight fall in membrane potential and it's a short phase. നമുക്ക് ഇവിടെ കാണാൻ പറ്റും വളരെ ചെറിയൊരു ഫേസ് ആണ്, അതിന് ലോങ്ങർ ആക്ഷൻ ഒന്നുമില്ല, ചെറിയൊരു ഫേസ് ആണ്. then which is preparing for next phase. അതായത് ഇനിഷ്യൽ റീപോളറൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ഫേസിലോട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അവിടെ നടക്കുന്നു. സോ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പ്ലേറ്റു ഫേസ് ആണ്. ഓക്കെ, സോ പ്ലേറ്റു ഫേസ് എന്ന് വെച്ചാൽ എ പ്രൊലോങ് ഫേസ് വെയർ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ റിമൈൻസ് നിയർ 0 മില്ലി വോൾട്ട്. നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും പ്ലേറ്റു ഫേസ്. കണ്ടോ, ഈ ഒരു ഫേസിനെയാണ് നമ്മൾ പ്ലേറ്റു ഫേസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫേസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, phase 2, ദാറ്റ് ഈസ് പ്ലേറ്റു ഫേസ്. സോ ഇവിടെ എന്താ നടക്കുന്നത്? 0 മില്ലി വോൾട്ടിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനിഷ്യൽ റീപോളറൈസേഷൻ എന്ന് പറയുമ്പോൾ 0 മില്ലി വോൾട്ടിലോട്ട് എത്തി. പ്ലേറ്റു ഫേസ് എന്ന് പറയുമ്പോൾ ആ ഒരു 0 മില്ലി വോൾട്ടിലോട്ട് അത് എന്താണ് അങ്ങനെ തന്നെ നിൽക്കുകയാണ് അല്ലെ. എ പ്രൊലോങ് ഫേസ് വെയർ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ നിയർ 0 മില്ലി വോൾട്ട് ആൻഡ് ദിസ് ഇസ് ബാലൻസ് ബിറ്റ്വീൻ കാൽഷ്യം ഇൻഫ്ലക്സ് ആൻഡ് പൊട്ടാസ്യം എഫ്ലക്സ്. സോ ഓരോ ഫേസിലും അയോൺസിന്റെ കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഫസ്റ്റ് ഡീപോളറൈസേഷൻ ഫേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? സോഡിയം അയോണിന്റെ എൻട്രി നടന്നു എന്ന് പറഞ്ഞു. സെക്കൻഡ് ഫേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? സോഡിയം അയോണിന്റെ ആ ഒരു ചാനൽ അവിടെ ക്ലോസ് ആയി, പൊട്ടാസ്യം അയോൺ എന്ത് ചെയ്തു? എഫ്ലക്സ് ആയി എന്ന് പറഞ്ഞു. അടുത്ത phase 2 നമ്മൾ എന്താ പറഞ്ഞ? പ്ലേറ്റു ഫേസിൽ എന്താ പറഞ്ഞത്? ഇവിടെ കാൽഷ്യം അയോണിന്റെ
എൻട്രിയും പൊട്ടാസ്യം അയോണിന്റെ എഫ്ലക്സ്, ഇതിന്റെ രണ്ടിന്റെയും ഒരു ബാലൻസ് ആണ് പ്ലേറ്റോ ഫേസ് അല്ലെ. സോ ഇവിടെ ഒരു 0 മില്ലി വോൾട്ടിലോട്ട് എത്തി. ബാലൻസ് ബിറ്റ്വീൻ കാൽഷ്യം ഇൻഫ്ലക്സ്, അതായത് നമുക്ക് കാൽഷ്യം ചാനൽ 2-3 ടൈപ്പ് വരുന്നുണ്ട്. സോ അതിൽ എൽ ടൈപ്പ് എന്ന് പറയുന്ന കാൽഷ്യം ചാനൽ ഓപ്പൺ ആവുകയും കാൽഷ്യം അയോൺ സെല്ലിനകത്തോട്ട് എൻ്റർ ആവുകയും ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം പൊട്ടാസ്യം അയോൺ എന്ത് ചെയ്യുന്നുണ്ട്, സെല്ലിന് പുറത്തോട്ടും പോകുന്നുണ്ട്. സോ ഇറ്റ്സ് എ ബാലൻസ് ബിറ്റ്വീൻ കാൽഷ്യം ഇൻഫ്ലക്സ് ആൻഡ് പൊട്ടാസ്യം എഫ്ലക്സ്. So which leads to sustained contraction. That means muscle remain contracted. അതായത് ഈ ഒരു പ്ലേറ്റോ സ്റ്റേജില് മസിൽ എങ്ങനെയായിരിക്കും കാണുന്നത്, ഒരു കൺട്രാക്റ്റഡ് സ്റ്റേറ്റിലായിരിക്കും കാണുന്നത്. ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു കൺട്രാക്ഷൻ ഫേസ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് phase 3, that is repolarization. അതായത് ഒരു റാപ്പിഡ് ഡീപോളറൈസേഷൻ നടന്നു, ഇനിഷ്യൽ റീപോളറൈസേഷൻ നടന്നു, പിന്നെ ഒരു പ്ലേറ്റോ ഫേസ്, ദെൻ റാപ്പിഡ് ആയിട്ടുള്ള ഒരു റീപോളറൈസേഷൻ. നമുക്കിവിടെ ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും. ഈ ഒരു ഫേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റാപ്പിഡ് റീപോളറൈസേഷൻ അല്ലെങ്കിൽ റീപോളറൈസേഷൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇതെന്താ, ഡീപോളറൈസേഷൻ അല്ലെ. ഇതെന്താ, ഇനിഷ്യൽ ആയിട്ടുള്ള റീപോളറൈസേഷൻ. ഇത് പ്ലേറ്റോ ഫേസ്. സോ ഇതെന്ന് പറയുന്നത് റീപോളറൈസേഷൻ. ലാസ്റ്റ് ഈ 4th ഫേസ് ആണ് റെസ്റ്റിംഗ് ഫേസ്. ഓക്കെ, 3 ഫേസസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. സോ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഈ ഒരു റീപോളറൈസേഷൻ ഫേസിനെ പറ്റിയാണ്. സോ ഇവിടെ എന്താ നടക്കുന്നത്, ക്ലോഷർ ഓഫ് പൊട്ടാസ്യം ചാനൽ ആൻഡ് ഇൻക്രീസ്ഡ് പൊട്ടാസ്യം എഫ്ലക്സ്. നമ്മുടെ ഇനിഷ്യൽ റീപോളറൈസേഷൻ ലെവലിൽ സംഭവിച്ചത് ആ ഒരു എന്താണ്, സോഡിയം അയോണിന്റെ ആ ഒരു റാപ്പിഡ് ഡീപോളറൈസേഷൻ അവിടെ നടന്നു. സോ ഇനിഷ്യൽ താഴോട്ട് വന്നപ്പോ എന്താ അവിടെ നടന്നത്, സോഡിയം അയോണിന്റെ ക്ലോസിംഗ് നടന്നിട്ട് പൊട്ടാസ്യം പുറത്തോട്ട് പോയി അല്ലെ. അതാണ് ഇനിഷ്യലി ഉള്ള റീപോളറൈസേഷൻ. അപ്പൊ നെക്സ്റ്റ് ലെവലിൽ വരുന്ന ഈ ഒരു റീപോളറൈസേഷൻ എന്തായിരിക്കും നടക്കുക, പ്ലേറ്റോ ഫേസിൽ ഓപ്പൺ ആയ കാൽഷ്യം ചാനൽ അവിടെ ഓപ്പൺ ആയിട്ട്, സോ ഇവിടെയും പൊട്ടാസ്യം എഫ്ലക്സ്. ഓക്കെ, സോ എപ്പോഴും ഓർക്ക, റീപോളറൈസേഷൻ എന്ന് വരുമ്പോ അവിടെ നടക്കുന്ന കാര്യം പൊട്ടാസ്യം എഫ്ലക്സ് ആണ്. ഓക്കെ, പൊട്ടാസ്യം അയോണിന്റെ എഫ്ലക്സ് ആണ് എപ്പോഴും എവിടെ നടക്കുക, റീപോളറൈസേഷനിൽ നടക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ക്ലോഷർ ഓഫ് കാൽഷ്യം എന്ന് പറയുന്നത് തൊട്ട് മുന്നേ ഉള്ള ഫേസിൽ ഓപ്പൺ ആയ കാൽഷ്യം ചാനൽ അവിടെ ക്ലോസ് ആയി, പൊട്ടാസ്യത്തിന്റെ എഫ്ലക്സ് നടന്നു. സോ ഈ ഒരു റീപോളറൈസേഷൻ ടൈമില് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ തിരിച്ച് -90 മില്ലി വോൾട്ടിലോട്ട് വരികയാണ്. അതായത് അടുത്ത റെസ്റ്റിംഗ് ഫേസിലോട്ട് പോകണമല്ലോ. സോ തിരിച്ച് താഴോട്ട് -90 വരികയാണ്. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഫസ്റ്റ് +20 ഓവർഷൂട്ടായി, പിന്നെ ആ ഒരു പ്ലേറ്റോ ഫേസ് എത്തിയപ്പോ 0 മില്ലി വോൾട്ടിലോട്ട് വന്നു. ദെൻ അവിടെ നിന്ന് റീപോളറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ വരിക, കണ്ടോ, ഈ ഒരു -90 മില്ലി വോൾട്ടിലോട്ട് വരികയാണ്. ഇത്രയാണ് നമ്മുടെ റീപോളറൈസേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ റിട്ടേൺസ് ടു -90 മില്ലി വോൾട്ട്. ഓക്കെ, സോ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൺട്രാക്ഷൻ എൻഡ് ആവുകയാണ്. സോ ഇത്രയാണ് നമ്മുടെ ഒരു കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അടുത്ത സൈക്കിളിലോട്ട് പ്രിപ്പയർ ചെയ്യാണ്. അതായത് നമ്മുടെ നെക്സ്റ്റ് സൈക്കിൾ എങ്ങനെയായിരിക്കും വരുന്നത്, സോ ഈ ഒരു രീതിയിലാണെങ്കിൽ നെക്സ്റ്റ് സൈക്കിൾ ഇതേ കണക്കായിരിക്കും അല്ല, ഈ ഒരു രീതിയിലായിരിക്കും നെക്സ്റ്റ് സൈക്കിൾ. സോ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ കാർഡിയാക് സൈക്കിളിന്റെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. സോ നമ്മുടെ ആ ഒരു റീപോളറൈസേഷൻ വന്നു കഴിഞ്ഞാൽ കൺട്രാക്ഷൻ അവിടെ എൻഡായി റെസ്റ്റിംഗ് ഫേസിലോട്ട് പോയിട്ട് നെക്സ്റ്റ് സൈക്കിൾ അവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. എൻഡ്സ് ഓഫ് കൺട്രാക്ഷൻ ആൻഡ് പ്രിപ്പേഴ്സ് ഫോർ നെക്സ്റ്റ് സൈക്കിൾ. ഓക്കെ, സോ നെക്സ്റ്റ് phase 4. So phase 4 ലാസ്റ്റ് ഫേസ് ആണ്, ദാറ്റ് ഈസ് റെസ്റ്റിംഗ് ഫേസ്. സോ റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്നത് പൊട്ടാസ്യം പെർമിയബിലിറ്റി, അതായത് പൊട്ടാസ്യം അയോൺ പുറത്തോട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പൊട്ടാസ്യം ഔട്ട്ഫ്ലോ ആണ്. ഈ ഒരു റെസ്റ്റിംഗ് ഫേസിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു പമ്പ് ഉണ്ട്. ഓക്കെ, റെസ്റ്റിംഗ് ഫേസിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട കാര്യം അത് തന്നെയാണ്. സോഡിയം പൊട്ടാസ്യം ATPase പമ്പാണ് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അതായത് ദിസ് പമ്പ് വർക്ക് ടു പുൾ പൊട്ടാസ്യം ബാക്ക് ആൻഡ് പുഷ് സോഡിയം ഔട്ട്. അതായത് ഈ ഒരു റെസ്റ്റിംഗ് ഫേസിലോട്ട് വരുമ്പോൾ, അതായത് നമ്മുടെ ആദ്യത്തെ സ്റ്റേജിലോട്ട് വരികയാണ്. അപ്പോ ആ ഒരു ടൈമില് ഈ സെല്ല് എന്താ ചെയ്യുക,
പൊട്ടാസ്യം അയോണിനെ തിരിച്ച് സെല്ലിനകത്തോട്ടും ഈ അകത്തുള്ള സോഡിയം അയോണിനെ തിരിച്ച് പുറത്തോട്ടും പോകാനുള്ള ഒരു ശ്രമമായിരിക്കും അവിടെ ഈ ഒരു പമ്പ് ചെയ്യുന്നത്. ഓക്കെ, വർക്ക് ടു പുൾ പൊട്ടാസ്യം ബാക്ക്, സെല്ലിനകത്തോട്ട് പൊട്ടാസ്യത്തിനെ പുൾ ചെയ്യാനും ആൻഡ് പുഷ് സോഡിയം ഔട്ട്, സോഡിയം അയോണിനെ പുറത്തോട്ട് പോകാനുള്ള ഒരു കാര്യമായിരിക്കും ആര് ചെയ്യുന്നത്, സോഡിയം പൊട്ടാസ്യം ATPase പമ്പ്. ഓക്കെ, ആ ഒരു ടൈമിലായിരിക്കും ആ ഒരു റെസ്റ്റിംഗ് ഫേസ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതിലെ ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഒരു കാർഡിയാക് ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു കാർഡിയാക് സൈക്കിളിന്റെ ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മുടെ ഇവിടെ 4th സ്റ്റേജ് മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഏതാണ്, 0 അല്ലെ, 0 ദാറ്റ് ഈസ് റാപ്പിഡ് ഡീപോളറൈസേഷൻ, initial repolarization, then plateau phase, repolarization, resting phase. So ഓരോ ഫേസിലും എത്രയൊക്കെയാണ് ആ ഒരു മെംബ്രെയിൻ പൊട്ടൻഷ്യലിന്റെ ചേഞ്ചസ് വരുന്നത്, ഏതൊക്കെ അയോൺസിന്റെ ക്ലോസിങ്ങും ഓപ്പണിങ്ങും നടക്കുമ്പോഴാണ് ഓരോ ഫേസും ജനറേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഓരോ ഫേസിലും പഠിക്കാനുള്ളത്. പ്ലസ് നിങ്ങൾ ഏതൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും എന്താ ആ ഒരു ഫിഗറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, നമ്മൾ എത്രയൊക്കെ എഴുതാൻ ശ്രമിച്ചാലും ഒരു ഫിഗറിന്റെ ഒരു റെപ്രസെന്റേഷനും കൂടെ ഉണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ ഒരു എന്താണ് വാല്യൂ കുറച്ചുകൂടെ കൂടുതലാണ്. സോ ഏതൊരു എക്സാം ഏതൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴും അതിനകത്തൊരു ഫിഗർ റെപ്രസെന്റേഷൻ കൊടുക്കുകയാണെങ്കിൽ അത്രത്തോളം നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫേസ് 4 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് നോൺ ഓട്ടോമാറ്റിക് ഫൈബേഴ്സ്. എപ്പോഴും ഓർക്കുക, നോൺ ഓട്ടോമാറ്റിക് ഫൈബേഴ്സിനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു അല്ലെ, ഓട്ടോമാറ്റിക് ഫൈബേഴ്സ് വരുന്നുണ്ട്. അതായത് എന്താണ്, ഇമ്പൾസ് സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫൈബേഴ്സിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അതായത് പേസ് മേക്കർ സെൽസ് ആണ് അതിനകത്ത് വരുന്നത് അല്ലെ. സോ സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് സെൽ ദാറ്റ് ക്യാൻ ജനറേറ്റ് സ്പോണ്ടേനിയസ് ആക്ഷൻ പൊട്ടൻഷ്യൽ വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലസ്. അതായത് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസിന്റെ ആവശ്യമില്ലാണ്ട് സ്വന്തമായിട്ട് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി, അങ്ങനെയുള്ള ഫൈബേഴ്സിനെ പറയുന്ന പേരാണ് ഓട്ടോമാറ്റിക് ഫൈബേഴ്സ്. സോ ഈ ഒരു ഫൈബേഴ്സിനെ നമ്മൾ പേസ് മേക്കർ സെൽസ് എന്നും പറയാറുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു പ്രോപ്പർട്ടിയെ നമുക്ക് എന്ത് പറയാം, ഓട്ടോ റിതമിസിറ്റി എന്ന് പറയാം. സോ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ നോൺ ഓട്ടോമാറ്റിക്കിലും ഓട്ടോമാറ്റിക് ഫൈബേഴ്സിലും 2-3 ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു ഓട്ടോമാറ്റിക് ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഫേസ് 4ലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇവർക്കൊരു റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ വരുന്നില്ല. ഓക്കെ, അതായത് ഒരു സൈക്കിൾ കഴിഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ വരാണ്ട് സഡൻ ആയിട്ടുള്ള ഒരു ഡീപോളറൈസേഷൻ, അതായത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഡീപോളറൈസേഷൻ നടക്കുന്നുണ്ട്. അതായത് ഫേസ് 4ലാണ് നമ്മൾ ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, ഇപ്പൊ ഈ ഒരു സൈക്കിൾ ഇവിടെ എൻഡ് ആയി എന്ന് വിചാരിക്കാം. സോ നമ്മൾ നോൺ ഓട്ടോമാറ്റിക്കിൽ എന്താ പഠിച്ചത്, സോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വന്നിട്ടാണ് നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ആയത് അല്ലെ. ബട്ട് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നുണ്ടോ, സഡൻ ആയിട്ടൊരു എന്താണ് ഒരു റൈസ് വരികയാണ് അവിടെ. ഓക്കെ, സോ അതായത് ഇവിടെ അവർക്ക് എന്താണ് റെസ്റ്റിംഗ് ഫേസ് മെയിൻ ആയിട്ട് വരുന്നില്ല. അതായത് സഡൻ ആയിട്ടുള്ള ഒരു ഡീപോളറൈസേഷൻ, ഒരു ഇനിഷ്യൽ ഡീപോളറൈസേഷൻ ഇവിടെ വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം, ഫേസ് 4ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സ്പോണ്ടേനിയസ് ഡീപോളറൈസേഷൻ. ഓക്കെ, സഡൻ ആയിട്ടുണ്ടാകുന്ന ഡീപോളറൈസേഷൻ. സോ ഈ ഒരു സ്പോണ്ടേനിയസ് ഡീപോളറൈസേഷന് കാരണം ഫണ്ണി ചാനൽസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫണ്ണി ചാനൽസിന്റെ കാര്യം. അതായത് ഫണ്ണി ചാനൽസിൽ സ്ലോ ആയിട്ടുള്ള ഒരു സോഡിയം അയോണിന്റെ എൻട്രി ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗറില് ഇത് കണ്ടോ, ഈ ഒരു പാർട്ട് ഇങ്ങനെ റൈസ് ആയി വരാൻ കാരണം എന്താണ്, സെല്ലിനകത്തോട്ട് ഫണ്ണി ചാനൽസ് വഴി എന്താണ് സ്ലോ ആയിട്ടുള്ള സോഡിയം അയോണിന്റെ എൻട്രി നടക്കും. ഇനി എന്താണ് ഫണ്ണി ചാനൽസ് എന്ന് വെച്ചാൽ, ദീസ് ആർ സ്പെഷ്യൽ അയോൺ ചാനൽസ് ഇൻ ദി ഹാർട്ട് ദാറ്റ് ഹെൽപ്പ് സ്റ്റാർട്ട് ഈച്ച് ഹാർട്ട് ബീറ്റ് ഓട്ടോമാറ്റിക്കലി. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത ഹാർട്ട് ബീറ്റ് ഇങ്ങനെ നെക്സ്റ്റ് ആയിട്ട് ഓരോ ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണമാകുന്നത് ആരാണ്, ഫണ്ണി ചാനൽസ് ആണ്. ഓക്കെ, അതായത് ഫണ്ണി ചാനൽസ് ഓപ്പൺ വെൻ ദ സെൽ ബിക്കംസ് മോർ നെഗറ്റീവ്. അതായത്
ഫണ്ണി ചാനൽസിൽ കൂടെ സോഡിയം അയോണിന്റെ എൻട്രി അല്ലേ നടക്കുന്നത്. അതായത് ഈ സോഡിയം അയോൺ മെയിൻ ആയിട്ട് എപ്പോഴാ ഡീപോളറൈസേഷൻ നടക്കുമ്പോഴാണ് സോഡിയം അയോണിന്റെ എൻട്രി സാധാരണ നടക്കാറ് അല്ലെ. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്, സെല്ല് മോർ നെഗറ്റീവ് ആയിരിക്കുമ്പോൾ, അതായത് ഹൈപ്പർ പോളറൈസ്ഡ് സ്റ്റേജിലായിരിക്കുമ്പോഴാണ് ഇവിടെ എന്ത് നടക്കുന്നത്, സോഡിയം അയോണിന്റെ എൻട്രി സ്ലോ ആയിട്ട് നടക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഫണ്ണി ചാനൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നോർമലി ഡീപോളറൈസേഷൻ നടക്കുമ്പോൾ എന്താണ്, സോഡിയം അയോണിന്റെ എൻട്രി ആയിരിക്കും നടക്കുക. സോ ഈ ഒരു ഫണ്ണി ചാനൽസിൽ എന്താണ്, സോഡിയം അയോണിന്റെ എൻട്രി ആണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ സോഡിയം അയോണിന്റെ എൻട്രി നടക്കുന്നത് എപ്പോഴാണ്, ഹൈപ്പർ പോളറൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കുമ്പോഴാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫണ്ണി ചാനൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്പോണ്ടേനിയസ് ഡീപോളറൈസേഷനിൽ എന്താ നടക്കുന്നത്, ഫണ്ണി ചാനൽസ് വഴി സ്ലോ ആയിട്ടുള്ള സോഡിയം അയോൺ എൻട്രി ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഫേസ് 4 ആയി കഴിഞ്ഞു. സോ അടുത്ത ഫേസ് 0 അല്ലെ. അവിടെ എന്താ, ഡീപോളറൈസേഷൻ. ഫേസ് 0 നമ്മുടെ നോൺ ഓട്ടോമാറ്റിക് ഫൈബേഴ്സ് പോലെ ഇവിടെ ഏത് ഫേസ് ഉണ്ട്, ഫേസ് 0 വരുന്നുണ്ട്. സോ ആദ്യം ഒരു ഫേസ് 4 ഉണ്ടായി അല്ലെ. സോ ഫേസ് 4 ഉണ്ടായി, അതിനുശേഷം ഫേസ് 0 ഉണ്ടായി. സോ ഫേസ് 4 എന്ന് പറയുന്നത് എന്താണ്, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡീപോളറൈസേഷൻ. സോ സ്പോണ്ടേനിയസ് ഡീപോളറൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡീപോളറൈസേഷൻ നടക്കുകയാണ്. ഓക്കെ, സോ ഡീപോളറൈസേഷനിൽ നമ്മുടെ നോൺ ഓട്ടോമാറ്റിക് ഫൈബേഴ്സിൽ ഡീപോളറൈസേഷൻ നടന്നത് എങ്ങനെയാ, സോഡിയം അയോണിന്റെ എൻട്രി നടന്നപ്പോഴാണ് അല്ലെ. പക്ഷേ ഓട്ടോമാറ്റിക് ഫൈബേഴ്സിൽ ഈ ഒരു ഡീപോളറൈസേഷൻ നടക്കുന്നത് കാൽഷ്യം ചാനൽ ഓപ്പൺ ആയിട്ട് കാൽഷ്യം അയോണിന്റെ എൻട്രി നടക്കുമ്പോഴാണ് ഈ ഒരു കാര്യം നടക്കുക. ഓക്കെ, ഓപ്പണിംഗ് ഓഫ് എൽ ടൈപ്പ് കാൽഷ്യം ചാനൽ, അതായത് കാൽഷ്യം ചാനൽ ഓപ്പൺ ആയി കാർഡിയാക് സെല്ലിനകത്തോട്ട് കാൽഷ്യം അയോണിന്റെ ഇൻഫ്ലക്സ് നടന്നു. സോ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നോട്ട് സോഡിയം അയോൺസ് അല്ലെ. സോഡിയം അയോൺസ് ഇവിടെ എൻറ്റർ ആകുന്നില്ല. സോഡിയം അയോൺസ് ഏത് കേസിലാണ്, നോൺ ഓട്ടോമാറ്റിക് ഫൈബേഴ്സിന്റെ കേസിലാണെങ്കിൽ സോഡിയം അയോൺ ആയിരിക്കും എൻറ്റർ ആകുന്നത്. ഓട്ടോമാറ്റിക് ഫൈബേഴ്സിന്റെ കേസിലാണെങ്കിൽ ഏതാണ്, കാൽഷ്യം അയോൺ ആണ്. ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ വരുന്ന ഫേസ് കണ്ടോ, റീപോളറൈസേഷൻ ആണ്. ബട്ട് നോൺ ഓട്ടോമാറ്റിക് ഫൈബേഴ്സിൽ ഏതൊക്കെ ഫേസ് വന്നു, ഇനിഷ്യൽ റീപോളറൈസേഷനും പ്ലേറ്റ്യൂ ഫേസും വന്നു. അപ്പൊ ഇവിടെ ആ രണ്ട് ഫേസും ആബ്സെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഗ്രാഫിൽ തന്നെ മനസ്സിലാവും അല്ലെ, സ്പോണ്ടേനിയസ് ഡീപോളറൈസേഷൻ നടന്നു, ദെൻ ഡീപോളറൈസേഷൻ നടന്നു, പിന്നെ ഇവിടെ ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള റീപോളറൈസേഷനോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ്യൂ ഫേസോ ഒന്നും നടക്കുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് ഏത് ഫേസിലോട്ട് പോവാണ്, റീപോളറൈസേഷൻ. അത് കഴിഞ്ഞ് ഇവിടെ റെസ്റ്റിംഗ് ഫേസ് വരുന്നുണ്ടോ, ഇല്ല. സ്പോണ്ടേനിയസ് ആയിട്ട് നെക്സ്റ്റ് പൊട്ടൻഷ്യൽ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അതിന് കാരണം ഫണ്ണി ചാനൽസ് ആണ്. അതാണ് നമ്മൾ ആദ്യത്തെ കേസിൽ പറഞ്ഞത്. ഓക്കെ, അപ്പൊ റീപോളറൈസേഷൻ നടക്കുന്നത് എങ്ങനെയായിരിക്കും, നമ്മുടെ നോൺ ഓട്ടോമാറ്റിക്കിന്റെ കേസിന് പോലെ തന്നെയാണ്. പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ആയിട്ടാണ്. പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ആയി സെല്ലിനകത്ത് നിന്ന് പൊട്ടാസ്യം അയോണ്ട് ഔട്ട്വേർഡ് ഫ്ലോ നടക്കുമ്പോഴാണ് എന്ത് നടക്കുക, റീപോളറൈസേഷൻ നടക്കുക. സോ ഈ ഒരു ടൈമില് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എത്രയായിട്ട് മാറും, -60 മില്ലി വോൾട്ട് ആയിട്ടായിരിക്കും മാറുന്നത്. ഓക്കെ, സോ ഇവിടെ ഏതൊക്കെ ഫേസ് ആണ് ആബ്സെന്റ് ആയിട്ട് വരുന്നത്, ആബ്സെന്റ് ഫേസസ് ഏതാണ്, നോ ഫേസ് 1 അല്ലെ, ഇനിഷ്യൽ റീപോളറൈസേഷൻ ഫേസ് ഇവിടെ വരുന്നില്ല. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാൽഷ്യം ചാനലാണ്, അതായത് നമ്മുടെ ആദ്യത്തെ ഒരു ഡീപോളറൈസേഷൻ കേസിൽ കാൽഷ്യം ചാനലാണ് ഓപ്പൺ ആകുന്നത് അല്ലെ. സോഡിയം ചാനൽസ് ആർ ആബ്സെന്റ്, ഫാസ്റ്റ് സോഡിയം ചാനൽസ് ആർ ആബ്സെന്റ്. സോ ദർ ഇസ് നോ ഷാർപ്പ് സ്പൈക്ക്. നമുക്ക് നോൺ ഓട്ടോമാറ്റിക് ഫൈബേഴ്സിന്റെ കേസിൽ അറിയാം, ഒരു ഷാർപ്പ് ആയിട്ടുള്ള ഒരു സ്പൈക്ക് ആയിരിക്കും നടക്കുന്നത്. ബട്ട് ഇവിടെ കാൽഷ്യം അയോൺസിന്റെ ഓപ്പണിംഗ് ആയതുകൊണ്ട്, കാൽഷ്യം ചാനൽസിന്റെ ഓപ്പണിംഗ് ആയതുകൊണ്ട് ഒരു ഷാർപ്പ് ആയിട്ടുള്ള സ്പൈക്ക് നടക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ഇനിഷ്യൽ റീപോളറൈസേഷൻ ഫേസ് ആബ്സെന്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഫേസ് 2 അല്ലെ, പ്ലേറ്റ്യൂ ഫേസും ഇവിടെ ആബ്സെന്റ് ആണ്. എന്തുകൊണ്ടാണ്, ഇവിടെ കാൽഷ്യം ചാനൽസ് പെട്ടെന്ന് തന്നെ ക്ലോസ് ആകുന്നുണ്ട്. ഓക്കെ, അതായത് ഫസ്റ്റ് ഡീപോളറൈസേഷനിൽ കാൽഷ്യം ചാനൽസ് ആണ് ഓപ്പൺ ആയെന്ന് പറഞ്ഞു അല്ലെ. സോ ആ കാൽഷ്യം ചാനൽ സഡൻ ആയിട്ട് ക്ലോസ് ആവുകയും ഉടനെ തന്നെ പൊട്ടാസ്യം അയോൺസിന്റെ എഫ്ലക്സ് നടക്കുകയും ചെയ്യും. അതായത് മെംബ്രെയിൻ എന്താണ്, ഡയറക്റ്റ് ആയിട്ട് റീപോളറൈസ് ചെയ്യാണ്. ഓക്കെ, അവിടെ ഒരു കാൽഷ്യം പൊട്ടാസ്യത്തിന്റെ ഒരു ബാലൻസ് അവിടെ നടക്കുന്നില്ല. പെട്ടെന്ന് കാൽഷ്യം ക്ലോസ് ആവുന്നു, സഡൻ ആയിട്ട് പൊട്ടാസ്യം അവിടെ ഓപ്പൺ ആവുന്നു. സോ അവിടെ ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു കൺട്രാക്ഷൻ അവിടെ വരുന്നില്ല. ദാറ്റ് മീൻസ് മെംബ്രെയിൻ റീപോളറൈസസ് ഡയറക്ട്ലി.
സോ അതുകൊണ്ടാണ് ഇവിടെ പ്ലേറ്റീവ് ഫേസും ആബ്സെന്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഇമ്പൾസ് ജനറേഷനിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യം. സോ ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് കണ്ടക്ഷൻ അല്ലെ, ബാക്കി നമ്മുടെ AV നോഡിൽ കൂടെയും പർക്കിൻജി ബണ്ടിൽ ഓഫ് ഹിസ് പർക്കിൻജി ഫൈബേഴ്സിൽ കൂടെ ആയിരിക്കും നമ്മുടെ ഈ ഒരു കണ്ടക്ഷൻ സിസ്റ്റം മെയിൻ ആയിട്ട് നടക്കുക. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ഫൈബേഴ്സും നോൺ ഓട്ടോമാറ്റിക് ഫൈബേഴ്സും. സോ ഒരു ബ്രീഫ് ആയിട്ട് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നോൺ ഓട്ടോമാറ്റിക് ഫൈബേഴ്സിൽ വരുന്ന ഫേസ് റാപ്പിഡ് ഡീപോളറൈസേഷൻ, സോഡിയം അയോണിന്റെ എൻട്രി ആണ്. സോ അവിടെ -90 +20 മില്ലി വോൾട്ടിലോട്ട് ഒരു ഓവർഷൂട്ട് ആയിരിക്കും നടക്കുക. ഇനിഷ്യൽ റീപോളറൈസേഷൻ എന്ന് പറയുമ്പോൾ സോഡിയം അയോൺ അവിടെ ക്ലോസ് ആകുന്നു, പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ആയിട്ട് പൊട്ടാസ്യം അയോണിന്റെ എഫ്ലക്സ് നടക്കുന്നു. ദാറ്റ് ഈസ് ഇനിഷ്യൽ റീപോളറൈസേഷൻ. ദെൻ അടുത്തെന്താ പ്ലേറ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ കാൽഷ്യം അയോൺ അല്ലെ, കാൽഷ്യം അയോൺസിന്റെ എൻട്രിയും പൊട്ടാസ്യം അയോണിന്റെ എഫ്ലക്സ് ഒരു ബാലൻസ് കാരണം അവിടെ പ്ലേറ്റീവ് ഫേസ്. ദെൻ റീപോളറൈസേഷൻ ഫേസിൽ എന്താ അവിടെ കാൽഷ്യം ചാനൽ ക്ലോസ് ആയിട്ട് പൊട്ടാസ്യം എഫ്ലക്സ് നടക്കുന്നു. ദെൻ റെസ്റ്റിംഗ് ഫേസിൽ സോഡിയം പൊട്ടാസ്യം ATPase പമ്പ് വഴി തിരിച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, സോ നോൺ ഓട്ടോമാറ്റിക് ഫൈബേഴ്സ് കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് ഫൈബേഴ്സ്, ദാറ്റ് ഈസ് SA നോഡിന്റെ കാര്യമാണ് അവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. സോ അവിടെ സ്പോണ്ടേനിയസ് ഡീപോളറൈസേഷൻ, ദെൻ സ്പോണ്ടേനിയസ് ഡീപോളറൈസേഷൻ നടക്കാൻ കാരണം സ്ലോ ആയിട്ടുള്ള സോഡിയം അയോണിന്റെ എൻട്രി വഴിയാണ് ത്രൂ ഫണ്ണി ചാനൽസ്. ഓക്കെ, ദെൻ അതിനുശേഷം സഡൻ അല്ലെങ്കിൽ ഡീപോളറൈസേഷന് കാരണം ഏതാണ് കാൽഷ്യം അയോൺ ആണ്. അത് മാറിപ്പോരുത്. നോൺ ഓട്ടോമാറ്റിക്കിന്റെ കേസിലാണെങ്കിൽ സോഡിയവും ഓട്ടോമാറ്റിക് ഫൈബേഴ്സിന്റെ കേസിലാണെങ്കിൽ കാൽഷ്യവും ആണ്. ദെൻ റീപോളറൈസേഷൻ എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം എഫ്ലക്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു റെസ്റ്റിംഗ് ഫേസ് അങ്ങനെ വരുന്നില്ല, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡീപോളറൈസേഷൻ നടക്കുന്നു. ഇനിഷ്യൽ റീപോളറൈസേഷൻ ആബ്സെന്റ് ആണ്, പ്ലേറ്റീവ് ഫേസും ആബ്സെന്റ് ആണ്. സോ ഓക്കെ, താങ്ക് യു.